Hi all, welcome back to Sumaya De Couture. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിസൈനർ നെക്ക്ലൈൻ ആണ്. ഒരു ഫ്രണ്ട് ഓപ്പൺ ഫ്ലാപ്പ് മോഡൽ നെക്ക്ലൈൻ ആണ്. സോ ഇതിനു വേണ്ടിയുള്ള ഒരു ഫാബ്രിക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനൊരു പ്രീ കട്ട് ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ആം ഹോൾ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു കുർത്തയുടെ ഫ്രണ്ട് പീസാണ്. നെക്ക്ലൈൻ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. ഞാനതിന് യൂസ് ചെയ്യുന്നത് ഒരു കോൺട്രാസ്റ്റ് ഫാബ്രിക്കാണ്. ഇതിന് ഒരു 17 ഇഞ്ച് ലെങ്ത്തും ഒരു 14 ഇഞ്ച് വിഡ്ത്തും ഉള്ള ഒരു ഫാബ്രിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു സിൽക്ക് ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് കോട്ടൺ ഫാബ്രിക്കും യൂസ് ചെയ്യാം. ഞാൻ ഈ ഫാബ്രിക്ക് സെൻറ്ററായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്, സെൻറ്റർ ഫ്രണ്ടായിട്ട് മാച്ച് ചെയ്യാവുന്ന രീതിയിൽ. ഞാൻ ഈ ഫാബ്രിക്കിൽ ഒരു ക്യാൻവാസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഫ്യൂസ് ചെയ്ത് വെച്ചേക്കാണ്. അതുപോലെ ഇതിൻ്റെ എല്ലാ എൻഡ്സും ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് ക്ലീൻ ഫിനിഷ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്കിത് അറ്റാച്ച് ചെയ്യാം. സോ ഞാൻ ഫാബ്രിക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ സെൻറ്റർ ഫ്രണ്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് ലൈൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനൊരു 7 ഇഞ്ച് വിഡ്ത്താണ് മാർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ രണ്ട് സൈഡിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സെൻറ്റർ ഫ്രണ്ടിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. സോ ടോട്ടൽ 7 ഇഞ്ച് വിഡ്ത്താണ് വരുന്നത്. ഈ റൈറ്റ് സൈഡിലെ ആ പോയിന്റിൽ നിന്ന് 3.5 ഇഞ്ച് ആ പോയിന്റിൽ നിന്ന് ഒരു 14 ഇഞ്ച് ലെങ്ത്തിലേക്കുള്ള ഒരു ഓപ്പൺ ഫ്ലാപ്പാണ് ഞാനിപ്പോൾ അവിടെ മാർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് 14 ഇഞ്ചിൽ എക്സാക്ട്ലി സ്ട്രെയിറ്റ് ആയിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതൊരു സ്ട്രെയിറ്റ് റൂളർ വെച്ച് അത് ജോയിൻ ചെയ്യുക. കറക്റ്റ് 14 ഇഞ്ചിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ആ 14 ഇഞ്ച് പോയിന്റിലേക്ക് നമ്മളൊരു ഡ്രിൽ ഹോൾ പഞ്ചറാണ് അത് വെച്ച് ഒരു ചെറിയൊരു ഹോള് അവിടെ ഒരു ഹോള് കൊടുക്കുക. അപ്പോൾ നമുക്ക് റോങ് സൈഡ് ഓഫ് ദ ഫാബ്രിക്കിൽ നമുക്ക് ആ 14 ഇഞ്ച് പോയിന്റ് കറക്റ്റ് ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് ഫാബ്രിക്ക് സെൻറ്റർ ഫ്രണ്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. അതിൽ ഞാനൊരു നെക്ക് ലൈൻ ഒരു ബോട്ട് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സോ അതിനുവേണ്ടി ഒരു 1.5 to 2 ഇഞ്ച് പോയിന്റിലേക്ക് ഒരു നെക്ക് ഡെപ്ത് മാർക്ക് ചെയ്ത് അതൊരു ഫ്രഞ്ച് കർവ് റൂളർ വെച്ച് ഒരു ബോട്ട് ഷേപ്പ് നെക്ക് മാർക്ക് ചെയ്യുക. ഒരു ഹാഫ് റൗണ്ടായിട്ട് അത് മാർക്ക് ചെയ്ത് വയ്ക്കുക. നമുക്കതൊരു ഫാബ്രിക് സിസർ ഉപയോഗിച്ച് ആ പീസ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഫ്രണ്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി ഫാബ്രിക് ഓപ്പൺ ചെയ്ത് സെൻറ്റർ ഫ്രണ്ട് മാർക്ക് ചെയ്യുക. അതുപോലെ കോൺട്രാസ്റ്റ് ഫാബ്രിക്കും അതിൻ്റെ സെൻറ്റർ ഫ്രണ്ടും രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിൽ, അതായത് റൈറ്റ് സൈഡ് ടുഗദർ അത് അറ്റാച്ച് ചെയ്യുക. ഒരു പിൻ വെച്ച് അറ്റാച്ച് ചെയ്യാം. നിങ്ങൾ ഫാബ്രിക് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. ഫസ്റ്റ് കോൺട്രാസ്റ്റ് ഫാബ്രിക്കും പിന്നെ സെൻറ്റർ ഫ്രണ്ട് കുർത്തയും പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് പിൻ ചെയ്യുക. സെൻറ്റർ ഫ്രണ്ടിലും ഒരു പിൻ കൊടുക്കുക. രണ്ട് ഷോൾഡേഴ്സിൻ്റെ അവിടെ പിൻ കൊടുക്കുക. അപ്പോൾ ഫാബ്രിക് മൂവ് ചെയ്യില്ല. നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ 14 ഇഞ്ച് പോയിന്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു ഡ്രിൽ ഹോൾ കൊടുത്തിരുന്നു. സോ അവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സോ ചെയ്ത് കൊടുക്കുക. അതൊരു സ്ക്വയർ രീതിയിലാണ് സോ ചെയ്യുന്നത്. നമ്മൾ സെൻറ്റർ ഫ്രണ്ടിൽ തുടങ്ങി ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന റിവേഴ്സ് ചെയ്ത് തിരിച്ച് ഷോൾഡറിലേക്ക് വരിക. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്യാം. ആ രണ്ട് ലൈൻസിൻ്റെയും ഇടയിൽ കൂടി ഒരു ചെറിയൊരു സ്പേസാണ് നമ്മൾ കറക്റ്റായിട്ട് സെൻറ്ററിൽ കൂടി കട്ട് ചെയ്യുക.
സൈഡിൽ സ്റ്റിച്ചൊന്നും വിടാതെ സ്ട്രെയിറ്റ് ആയിട്ട് കറക്റ്റ് സെൻറ്ററിൽ കൂടി കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് 14 ഇഞ്ച് വരെ നമ്മൾ ചെല്ലുക. എക്സാക്റ്റ് 14 ഇഞ്ച് അല്ല, ഒരു 13.5 വരെ ചെന്നിട്ട് ചെറിയ സ്ലാഷ് കൊടുക്കുക 14 പോയിൻറ്റിലേക്ക്, സ്റ്റിച്ച് വിടാത്ത രീതിയിൽ മാറ്റുക. സെയിം ടൈം തന്നെ ഞാൻ നെക്ക് ലൈനും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് സീം അലവൻസിൽ നമ്മൾ നെക്ക് ലൈനും സോ ചെയ്തെടുക്കുക. സോ ചെയ്ത് എക്സസ് ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റുക. അത് എന്നിട്ട് ജസ്റ്റ് സ്ലാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് ചെയ്യേണ്ട, സ്ലാഷ് ചെയ്താൽ മതി. സ്ലാഷ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഫാബ്രിക് തിരിക്കുക. ഫാബ്രിക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നെക്ക് ലൈൻ സ്ലാഷ് ചെയ്യുക. ഇതാണ് ബാക്ക് സൈഡ് വ്യൂ. നമ്മളത് നന്നായിട്ട് പ്രസ് ചെയ്ത് ക്ലിയർ ചെയ്യുക. ഇതാണ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ബാക്കിൽ ആ ഒരു ഫ്ലാപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. കറക്റ്റ് പ്രസ് ചെയ്ത് ക്ലീൻ ആക്കി ഫ്രണ്ട് വ്യൂ ആണ്, ക്ലീൻ ആയിട്ടുള്ള. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാപ്പ് നമ്മൾ പ്ലേസ് ചെയ്യാണ്. കാര്യം 14 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു ഫ്ലാപ്പ് നമ്മൾ എടുത്തിട്ട് അത് ഒരു പ്ലാക്കറ്റ് പോലെ നമ്മൾ റോങ് സൈഡിൽ പ്ലേസ് ചെയ്യാണ്. സെയിം കോൺട്രാസ്റ്റ് ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് 14 ഇഞ്ച് ലെങ്ത്തിൽ ജോയിൻ ചെയ്ത് നമ്മൾ നെക്ക് ലൈനിലുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മളൊരു 8 ഇഞ്ച് പോയിൻ്റ് മാർക്ക് ചെയ്ത നെക്ക് ലൈനിൽ, ആ 8 ഇഞ്ച് മാർക്കിലാണ് നമ്മൾ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ലെഫ്റ്റ് ഓവർ ഒരു 7 ലെഫ്റ്റ് ഓവർ പീസ് ബാക്കിയുള്ള വരുന്നത് 14 ഇഞ്ചിൽ ബാക്കി വരുന്നത് നമ്മൾ ക്ലോസ് ചെയ്യും. അത് നമുക്ക് പെർമനൻറ്റ് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്യാം. ഇതാണ് ബാക്ക് സൈഡ്. സോ നമ്മൾ ബാക്ക് സൈഡിലാണ് ഫ്ലാപ്പ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഒരു 1 ഇഞ്ച് എക്സ്റ്റൻഷൻ കൊടുക്കും. ഫ്ലാപ്പ് ആദ്യം റെഡിയാക്കി ഇതിൻ്റെ ഓക്കെ ഫ്ലാപ്പ് റെഡിയാണ്. ഈ ഫ്ലാപ്പ് നമ്മൾ ഒരു 1 ഇഞ്ച് എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യാണ്. അത് ആദ്യം ലെങ്ത്തിൽ കറക്റ്റ് 14 ഇഞ്ച് രണ്ട് പോയിൻറ്റിലും 14 ഇഞ്ച് 15 ഇഞ്ച് വരെ നിങ്ങൾക്ക് ഫ്ലാപ്പ് എടുക്കാം. അത് ഒരു 1 ഇഞ്ച് എക്സ്റ്റൻഷൻ കൊടുത്ത് പിൻ ചെയ്ത് അത് നെക്ക് ലൈനായിട്ട് അറ്റാച്ച് ചെയ്യാണ്. ഫസ്റ്റ് നമുക്ക് പിൻ ചെയ്യാം. കറക്റ്റ് മെഷർമെൻറ്റ് 1 ഇഞ്ച് നോക്കി 1 ഇഞ്ച് ടു 3/4 ഇഞ്ച് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് കറക്റ്റ് വയ്ക്കാം. പിൻ ചെയ്ത് എക്സാക്ട്ലി ആ പോയിൻറ്റിൽ കൂടി നമുക്ക് സോ ചെയ്തെടുക്കാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം. ഇതിൽ ഫൈനൽ ഫിനിഷ് ചെയ്ത് ബട്ടൺ ഫാബ്രിക് ബട്ടണാണ് ഞാനവിടെ പ്ലേസ് ചെയ്യുന്നത്. ഫാബ്രിക് ബട്ടൺ എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യാം. താങ്ക് യു.